സുധാകരൻ വഞ്ചകനാണെന്ന് കെ.സി. വേണുഗോപാൽ. സുധാകരൻ വഞ്ചകനാണെന്ന് കെ.സി. വേണുഗോപാൽ പറയുമോ എന്ന് നിങ്ങൾ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടാകാം. കാരണം കെ.സി. വേണുഗോപാൽ ഒരു സാത്വിക രാഷ്ട്രീയ പ്രതിഭയാണ്. അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഇത് ഇയാൾ ചുമ്മാ ഉഡായിപ്പ് പറയുന്നതല്ലേ? ഇയാൾ ഒരു അന്തം കമ്മി മാധ്യമപ്രവർത്തകനല്ലേ? പിണറായിയുടെ ഉച്ഛിഷ്ടം കഴിക്കുന്ന മാധ്യമപ്രവർത്തകനല്ലേ എന്നൊക്കെ നിങ്ങൾ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടാകാം, എനിക്കറിയാം. പക്ഷേ കെ.സി. വേണുഗോപാൽ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ കെ.സി. വേണുഗോപാൽ ചില ഉപായങ്ങൾ സൂത്രത്തിൽ സുധാകരനോട് പറഞ്ഞിരുന്നു. ആ ഉപായങ്ങൾ ഇതാണ്. ഒന്ന്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കണ്ണൂരിൽ സീറ്റ് തരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കണ്ണൂരിൽ സീറ്റ് തരും. മറ്റൊന്ന്, UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരും. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിങ്ങൾക്ക് അംഗത്വം തരും. ഈ മൂന്ന് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ സുധാകരന് കെ.സി. വേണുഗോപാൽ നൽകിയിരുന്നു. ആ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കേട്ട് ആ പ്രലോഭനങ്ങളിൽ വശംവദനായാണ് കെ. സുധാകരൻ എന്തു പറഞ്ഞത്? ഞാൻ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. എന്തിനാണ് ഈ ആളുകളുടെ ചീത്തവിളിയും? പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തണം, പിന്നീട് VD സതീശൻ്റെ പിന്നിൽ നിന്നുള്ള കുത്തുകൊള്ളണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മര്യാദയ്ക്ക് മന്ത്രിപ്പണിയും ചെയ്ത് ചുമ്മാ അതിരുന്നാൽ മതി. കിട്ടുന്ന കാശ് എവിടെയെങ്കിലും കൊണ്ട് വച്ചാൽ മതി. ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും വേണ്ട. പ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻറ്റ് വേണ്ട എന്ന് സുധാകരൻ നനച്ചതും പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറായതും. എന്നിട്ട് സുധാകരൻ ഒരു ഉപാധി അങ്ങോട്ട് വെച്ചത്, താൻ പറയുന്ന ആളിനെ പ്രസിഡന്റ് ആക്കണം, തനിക്ക് കൂടി ഇഷ്ടമുള്ള ഒരാളിനെ വയ്ക്കണം, ആന്റോ ആന്റണി ഒന്നും വയ്ക്കരുത്, സണ്ണി ജോസഫിനെ വെച്ചോ എന്ന് സുധാകരൻ അങ്ങോട്ട് പറയുകയും ചെയ്തു. കെ.സി. വേണുഗോപാൽ പറഞ്ഞു ഓക്കെ അത് ശരി എന്ന് പറഞ്ഞിട്ടാണ് സുധാകരനെ പതിയെ കെ.പി.സി.സി കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും അവിടെ സണ്ണി ജോസഫിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. ഇത് ആരെങ്കിലും അറിഞ്ഞോ? ഞാനോ നിങ്ങളോ അറിഞ്ഞോ? ചാനൽ കാണുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ അറിഞ്ഞോ? ഇങ്ങനൊരു ഉപാധിയുള്ള കാര്യം അറിഞ്ഞില്ലല്ലോ. ഇത് കെ. സുധാകരൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിരുന്നോ? ഒരു അഭിമുഖ സംഭാഷണത്തിൽ കെ. സുധാകരൻ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലേ? കെ.സി. വേണുഗോപാലാണ് എന്നെ ചതിച്ചതെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? കെ.സി. വേണുഗോപാൽ തന്ന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ കെ.സി. വേണുഗോപാൽ പറയില്ലേ സുധാകരൻ വഞ്ചകനാണെന്ന്? പറയുമോ? പറയില്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അപ്പോൾ നിങ്ങൾ എന്നെ കണ്ണുരുട്ടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞതാണ് ശരി. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ വിദേശത്തതാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം തന്നെ പറയും കെ. സുധാകരനോട് ഞാൻ ഇത്തരം ഉപാധികൾ വെച്ചിട്ടുണ്ടോ എന്ന്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് മൈക്ക് നീട്ടിക്കൊടുക്കുമല്ലോ, ഇങ്ങനെ ഉപാധികൾ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അദ്ദേഹം നിഷേധിക്കുമോ എന്നറിയാമല്ലോ. കെ.സി. വേണുഗോപാൽ സുധാകരനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്, നിങ്ങൾക്ക് നിയമസഭാ സീറ്റ് ഉറപ്പാണ്, നിങ്ങൾ കണ്ണൂരിൽ നിന്നാൽ നിങ്ങളെ ആര് തോൽപ്പിക്കും? പിണറായി വിജയനെതിരെ മത്സരിച്ചാൽ പോലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമോ? ധർമ്മടത്ത് നിന്നാൽ പോലും നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഗർജിക്കുന്ന സിംഹമാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ കണ്ണൂരിൽ ആരും വളർന്നിട്ടില്ല. നിങ്ങളല്ലേ കണ്ണൂരിൽ കോൺഗ്രസിനെ വളർത്തിയെടുത്തത്? നിങ്ങൾക്ക് കാവലിരുന്നിട്ടില്ലേ? അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം 80കളിലൊക്കെ കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ വളർത്തിയെടുത്തത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഒറ്റയാൾ പോരാട്ടമല്ലേ കണ്ണൂരിൽ കോൺഗ്രസിന് തിളക്കമാർന്ന വിജയങ്ങൾ സമ്മാനിച്ചത്? എന്നിട്ടെന്ത് പറ്റി? അങ്ങനെ ഉയർത്തി വിട്ടു കെ. സുധാകരനെ. അങ്ങനെ ഉയർന്ന് കെ. സുധാകരൻ എന്ത് ചെയ്തു? പതുക്കെ ആ കസാരയിൽ നിന്ന് പതിയെ അങ്ങോട്ട് ഇറങ്ങിക്കൊടുത്തു. അങ്ങനെ ഉയർത്തി തള്ളി സുധാകരനെ അവിടെ നിന്ന് തള്ളി താഴെയിട്ടു. കെ.സി. വേണുഗോപാലിന്റെ ബുദ്ധി മനസ്സിലായല്ലോ. കെ.സി. വേണുഗോപാലിന്റെ ബുദ്ധി എന്തിനു വേണ്ടിയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിക്കുകയും UDFന് മുഖ്യമന്ത്രി പദവി ലഭിക്കുകയാണെങ്കിൽ അത് കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു അണ്ണാമുണ്ണ കക്ഷിയെ എവിടെ കൊണ്ടിരുത്തണം? കെ.പി.സി.സി അധ്യക്ഷനായിട്ട് ഇരുത്തണം. ഒരു റബ്ബർ സ്റ്റാമ്പ്, ഒരു മിണ്ടാപ്പൂച്ചയെ കൊണ്ടിരുത്തണം.
അതിനാണ് സണ്ണി ജോസഫിനെ അവിടെ കൊണ്ടിരുത്തിയത്. സണ്ണി ജോസഫ് ആകുമ്പോൾ എന്താണ്, അവിടെ ഒപ്പുവെക്കൂ അല്ലെങ്കിൽ അവിടെ അത് പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോളും. അല്ലാതെ വേറെ ഒന്നും പറയാൻ സണ്ണി ജോസഫിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിയുമെന്ന് തോന്നുന്നുമില്ല. ഇത് പറയാൻ കാരണമുണ്ട്. ഈ KPCC അധ്യക്ഷനായ ശേഷം സണ്ണി ജോസഫ് ഒരു പര്യടനം നടത്തി. ആദ്യമായി സന്ദർശിച്ചത് കോഴിക്കോട് DCC ആഫീസാണ്. K. കരുണാകരൻ്റെ പേരിൽ ഈ അടുത്ത കാലത്ത് കെട്ടിപ്പൊക്കിയ ആഫീസാണ്. ഗംഭീര ആഫീസാണ്. DCC പ്രസിഡന്റ് പ്രവീണിന്റെ നേതൃത്വത്തിൽ കെട്ടിയതാണ്. കിടിലം സ്ഥലമാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. അതിന്റെ പേരിൽ കുറച്ച് കോൺഗ്രസ്സുകാർ കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം, അത് അവരുടെ കാര്യം, അതങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഗംഭീര ഓഫീസാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഷാഫി പറമ്പിൽ കിടിലും ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതിനൊന്നും ഒരു തർക്കവുമില്ല. ആ ഓഫീസ് കാണാൻ സണ്ണി ജോസഫ് പോയി. സാധാരണഗതിയിൽ സുധാകരനാണ് പോയിരുന്നതെങ്കിൽ അവിടെ ഒരു 200 പേരെങ്കിലും കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കും. സുധാകരൻ ജി കി ജയ് ജയ്, സേവാദളുകാരൊക്കെ വന്നൊന്ന് വിളിക്കും. സണ്ണി ജോസഫ് പോയപ്പോൾ പൂച്ച കിടന്നെടുത്ത് പൂട പോലുമില്ല, ഒരൊറ്റ മനുഷ്യനില്ല അവിടെ മുദ്രാവാക്യം വിളിക്കാൻ. അതാണ് സണ്ണി ജോസഫിന് ജനപിന്തുണയില്ല, 10 പേരെ കൂട്ടാനുള്ള ശക്തി ഒന്നുമില്ല എന്ന് KC വേണുഗോപാലിനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പിനെ അവിടെ കൊണ്ടിരുത്തിയത്. അവിടെ ഒപ്പുവെക്കൂ അല്ലെങ്കിൽ അവിടെ അത് പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറഞ്ഞുകൊള്ളും. അതുകൊണ്ടാണ് സുധാകരനെ പതിയെ ചവിട്ടി പുറത്താക്കിയത്. പക്ഷേ KC വേണുഗോപാലിനുള്ള കലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രഹസ്യ ധാരണ സുധാകരൻ പൊളിച്ചു കളഞ്ഞു. രഹസ്യമായി വയ്ക്കേണ്ട കാര്യം രഹസ്യമായി വച്ചില്ല. നിഷ്കളങ്കനായ സുധാകരൻ അതുതാ വെട്ടിത്തുറന്ന് പറഞ്ഞു കളഞ്ഞു. KC വേണുഗോപാൽ രഹസ്യമായി വയ്ക്കണമെന്ന് പറഞ്ഞ ഉപാധി സുധാകരൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സുധാകരനെ KC വേണുഗോപാൽ മനസ്സുകൊണ്ട് വിളിച്ചത്, സുധാകരൻ ജി നിങ്ങൾ വഞ്ചകനാണ്, നിങ്ങൾ എന്നെ വഞ്ചിച്ചു, കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ എന്നെ ഒറ്റുകൊടുത്തിരിക്കുന്നു, ഇത് ഞാൻ പൊറുക്കില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട. സുധാകരൻ ഇക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വാസ്തവമാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ ഇത് അറിഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സുധാകരനെ വഞ്ചകനെന്ന് വിളിച്ചിട്ടും ഉണ്ട്.